നമസ്കാരം. ഫ്രണ്ട്ലി പ്രസൻസ് EMT ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. സൗദിയിൽ ഇനി തൊഴിലാളിയെ ഏകപക്ഷീയമായി പിരിച്ചുവിടാനാകില്ല. തൊഴിലാളികളെ ഒളിച്ചോട്ടക്കാരനാക്കി സ്പോൺസർഷിപ്പ് ഒഴിയുന്ന ഹുറൂബ് സംവിധാനം തൊഴിൽ മന്ത്രാലയം പരിഷ്കരിച്ചതോടെയാണ് പുതിയ നടപടി. സൗദിയിൽ ജോലിക്ക് ഹാജരാവാത്ത തൊഴിലാളികളെ ഒളിച്ചോട്ടക്കാരനാക്കി സ്പോൺസർഷിപ്പ് ഒഴിയുന്ന ഹുറൂബ് സംവിധാനം തൊഴിൽ മന്ത്രാലയം പരിഷ്കരിച്ചു. തൊഴിലുടമയുടെ ഏകപക്ഷീയമായ നടപടിയായ ഹുറൂബിൽ ഇനി മുതൽ തൊഴിലാളിക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. ഇതോടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഇനി തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ ഹുറൂബാക്കാനാകൂ. സൗദിയിൽ തൊഴിലാളി ഒളിച്ചോടിയാലോ ജോലിക്ക് ഹാജരാകാതിരുന്നാലോ അവരുടെ സ്പോൺസർഷിപ്പ് ഒഴിയുന്നതിന് മന്ത്രാലയം ഏർപ്പെടുത്തിയ സംവിധാനമാണ് ഹുറൂബാക്കൽ. ഇങ്ങനെ ചെയ്യുന്നതോടെ തൊഴിലാളിക്ക് പിന്നീട് സ്പോൺസർ ഉണ്ടാകില്ല. പോലീസിൽ കീഴടങ്ങുകയോ മറ്റൊരു സ്പോൺസർക്ക് കീഴിലേക്ക് നിലവിലെ സ്പോൺസറുടെ സഹായത്തോടെ മാറുകയോ ആണ് പിന്നീടുള്ള പോംവഴി. തൊഴിൽ തർക്കങ്ങളും അനിഷ്ടങ്ങളും കാരണമായി ഹുറൂബാക്കുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇനി മുതൽ തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ നിബന്ധനകൾക്കും കാര്യകാരണ സഹിതവും മാത്രമേ ഹുറൂബാക്കാനാകൂ. ഇതിനായുള്ള സംവിധാനം തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചു. സ്പോൺസറുടെ സ്ഥാപനത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഹുറൂബ് രേഖപ്പെടുത്തേണ്ടത്. തൊഴിലാളി വ്യക്തിവിവരങ്ങൾ നൽകി തൊഴിൽ മന്ത്രാലയത്തിന്റെ വ്യക്തിസേവനത്തിനുള്ള പോർട്ടൽ വഴിയാണ് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത്. ഈ സന്ദർഭത്തിലും തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും മൊബൈൽ സന്ദേശം ലഭിക്കുമെന്നതും പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് ടുഡേ സൗദി. പുതിയ തൊഴിൽ വിസകളിൽ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന വേലക്കാരികളെ തൊഴിലുടമകൾക്ക് കൈമാറുന്ന ചുമതല തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയ ഓഫീസിനാണെന്ന് ജവാസാത്ത് ഡയറക്ടറേറ്റ് അറിയിച്ചു. ദമാം കിങ് ഫഹദ് എയർപോർട്ട്, ജിദ്ദ കിങ് അബ്ദുൾ-അസീസ് വിമാനത്താവളം, മദീന പ്രിൻസ് മുഹമ്മദ് അന്താരാഷ്ട്ര എയർപോർട്ട് എന്നിവിടങ്ങളിലെ ചുമതലയാണ് ഡയറക്ടറേറ്റിനുള്ളത്. ദമാം കിങ് ഫഹദ് എയർപോർട്ട്, ജിദ്ദ കിങ് അബ്ദുൾ-അസീസ് വിമാനത്താവളം, മദീന പ്രിൻസ് മുഹമ്മദ് അന്താരാഷ്ട്ര എയർപോർട്ട് എന്നിവിടങ്ങളിലെ വേലക്കാരികളെ കൈമാറുന്ന ചുമതല ജവാസാത്ത് ഡയറക്ടറേറ്റിനാണ്. പുതിയ വിസയിലെത്തുന്ന വേലക്കാരികളെ വിമാനത്താവളത്തിൽ നിന്ന് തങ്ങൾക്ക് പകരം സ്വീകരിക്കുന്നതിന് തൊഴിലുടമകൾക്ക് മറ്റുള്ളവരെ ചുമതലപ്പെടുത്താവുന്നതാണ്. ഇതിനുള്ള ഈ വക്കാല ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവനമായ അബ്ഷിറിലെ തങ്ങളുടെ അക്കൗണ്ടുകൾ വഴി നേടിയെടുക്കുന്നതിന് സാധിക്കും. റിയാദ്, ജിദ്ദ, ദമാം, മദീന എയർപോർട്ടുകളിലാണ് ഈ വക്കാല ഉപയോഗിച്ച് തൊഴിലുടമകളുടെ പ്രതിനിധികൾക്ക് വേലക്കാരികളെ സ്വീകരിക്കുന്നതിന് കഴിയുകയെന്നും ജവാസാത്ത് ഡയറക്ടറേറ്റ് പറഞ്ഞു. ന്യൂസ് ടുഡേ റിയാദ്. ക്രിസ്ത്യൻ മുസ്ലിം സൗഹാർദ്ദത്തിന്റെ പുതിയ ചരിത്രം കുറിച്ച് പോപ്പ് ഫ്രാൻസിസ് അബുദാബിയിലെത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്ലാമിന്റെ ജന്മഭൂമിയായ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു മാർപ്പാപ്പ സന്ദർശനം നടത്തുന്നത്. അബുദാബിയിൽ നടക്കുന്ന മാനവ സാഹോദര്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന്റെ ക്ഷണം സ്വീകരിച്ചാണ് മാർപ്പാപ്പ എത്തിയത്. സമ്മേളനം ഇന്നലെ രാവിലെ എമിറേറ്റ്സ് പാലസിൽ ആരംഭിച്ചിരുന്നു. UAE-യിലെങ്ങും പോപ്പ് ഫ്രാൻസിസിനെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങളാണ് നടത്തിയത്. രാത്രി 10-ന് പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിലാണ് അദ്ദേഹം ഇറങ്ങിയത്. ഇന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ മാർപ്പാപ്പയെ സ്വീകരിക്കും. ഈജിപ്തിലെ ചരിത്രപ്രസിദ്ധ ഇസ്ലാമിക കലാലയമായ അൽ അസ്ഹറിലെ ഗ്രാൻഡ് ഇമാം ഡോക്ടർ അഹമ്മദ് അൽ തൊയ്ബും മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ടുഡേ അബുദാബി. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ക്യാൻസറിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ക്യാൻസർ പ്രതിരോധത്തിന് ജനങ്ങളെ പ്രാപ്തരാക്കുക തുടങ്ങിയവയാണ് ക്യാൻസർ ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം. കേരളത്തിൽ അർബുദം അനുദിനം വ്യാപിക്കുകയാണ്. സംസ്ഥാനത്ത് 1.5 ലക്ഷത്തോളം ക്യാൻസർ രോഗികൾ ഉണ്ടെന്നാണ് കണക്ക്. ഓരോ വർഷവും 55,000-ഓളം രോഗികൾ പുതുതായി രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട്. RCC, തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ, 5 സർക്കാർ മെഡിക്കൽ കോളേജുകൾ, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് നിലവിൽ സർക്കാർ ചികിത്സാ സൗകര്യം ലഭ്യമായിട്ടുള്ളത്. ക്യാൻസറിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ക്യാൻസർ പ്രതിരോധത്തിന് ജനങ്ങളെ പ്രാപ്തരാക്കുക തുടങ്ങിയവയാണ് ക്യാൻസർ ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം.
കേരളത്തിലെ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നത് സ്തനാർബുദവും ഗർഭാശയ ക്യാൻസറുമാണ്. വായിലെ ക്യാൻസറാണ് പുരുഷന്മാരിൽ കൂടുതൽ. ഇവ തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ 90% പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഏതാണ്ട് 40% രോഗികൾ 1-2 ഘട്ടങ്ങളിൽ ചികിത്സയ്ക്കെത്തുമ്പോൾ മറ്റുള്ളവർ രോഗത്തിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവും ചികിത്സ തേടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 80 ലക്ഷം പേർ ക്യാൻസർ മൂലം മരണമടയുന്നു. ശരിയായ ജീവിതചര്യയിലൂടെയും മുന്നൊരുക്കത്തിലൂടെയും അർബുദം എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കാൻ സാധിക്കും. ന്യൂസ് ടുഡേ കേരളം. ഡൽഹി പബ്ലിക് സ്കൂൾ 13ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. പ്രിൻസിപ്പൽ മിറാജ് മുഹമ്മദ് ഖാന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഫ്ഗാനിസ്ഥാൻ അംബാസിഡർ സയ്യിദ് ജലാൽ കരീം വിശിഷ്ടാതിഥിയായിരുന്നു. പ്രൈമറി വിദ്യാർത്ഥികളുടെ സ്വാഗതഗാനത്തോടെയാണ് വർണ്ണാഭമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വിവിധ പരീക്ഷകളിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നടന്ന വിവിധ കലാ കായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. 10 വർഷത്തെ മികച്ച സേവനത്തിന് അർഹരായ അധ്യാപകരെയും കഴിഞ്ഞ അധ്യയന വർഷം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ മിറാജ് മുഹമ്മദ് ഖാൻ വാർഷിക റിപ്പോർട്ട് വായിച്ചു. കുട്ടികളുടെ മികച്ച കലാ സംഗീത നൃത്ത പ്രകടനങ്ങളെ മുഖ്യാതിഥിയായിരുന്ന അഫ്ഗാനിസ്ഥാൻ അംബാസിഡർ സയ്യിദ് ജലാൽ കരീമും ഗസ്റ്റ് ഓഫ് ഓണർ മേജർ ജനറൽ സയ്യിദ് അൽ ഗർണിയും അഭിനന്ദിച്ചു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഇബ്രാഹിം അൽഗോയിദ് ആശംസാ പ്രസംഗം നടത്തി. കുട്ടികളുടെ വിവിധ കലാ സാംസ്കാരിക സംഗീത പരിപാടികളും നൃത്തനൃത്യങ്ങളും ഏറെ വർണ്ണാഭമായി. ചെയർമാൻ നദീം തരീമിന്റെ അഭാവത്തിൽ സയ്യിദ് തരീൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ടുഡേ റിയാദ്. മലബാർ അടുക്കള റിയാദ് ടീം അണിയിച്ചൊരുക്കിയ അറേബ്യൻ നൈറ്റ് വിപുലമായ പരിപാടികളോടെ നടന്നു. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നൌഫീന സാബു അധ്യക്ഷത വഹിച്ചു. സദസ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വീട്ടമ്മയാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സജീവ സാന്നിധ്യമായ മലബാർ അടുക്കളയുടെ റിയാദ് ചാപ്റ്റർ സംഘടിപ്പിച്ച അറേബ്യൻ നൈറ്റ് നിറഞ്ഞ സദസ്സിന്റെ സാന്നിധ്യം കൊണ്ടും വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി. പ്രസിഡന്റ് നൌഫീന സാബു അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സംഗമം നിറഞ്ഞ സദസ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വീട്ടമ്മ ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് കൊടുങ്കാട്, അഷ്റഫ് വടക്കേവിള, മജീദ് ചിങ്ങോലി, വിജെ നസ്രുദ്ദീൻ, ഡോക്ടർ ഹസീന ഫുവാദ്, സത്താർ കായംകുളം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അംഗങ്ങൾക്കുള്ള യാത്രയപ്പ് ചടങ്ങും നടന്നു. മലബാർ അടുക്കളയുടെ കർമ്മ പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ മുജീബ് കായംകുളത്തിന് ലഭിച്ചു. മുജീബിനുള്ള ഉപഹാരം അഷ്റഫ് വടക്കേവിള സമ്മാനിച്ചു. പ്രവാസി കർമ്മ പുരസ്കാരം സ്വന്തമാക്കിയ വീട്ടമ്മയായ ഷൈല അബ്ദുൾ മജീദിനുള്ള പുരസ്കാരം മുനീർ സുൽഫക്സ് ബെഡ് സമ്മാനിച്ചു. പ്രവാസി വിശിഷ്ട സേവാ പുരസ്കാരം നേടിയ ഉബൈദ് എടവണ്ണയ്ക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് BDO നാസർ ഉപഹാരം സമ്മാനിച്ചു. സിറിയൻ കലാകാരനായ ഹസൻ അഹമ്മദ് അൽയാഫി അവതരിപ്പിച്ച തന്തൂറ നൃത്തം ശ്രദ്ധേയമായി. തുടർന്ന് റിയാദിലെ വിവിധ നൃത്ത വിദ്യാലയങ്ങളിലെയും സംഗീത ഗ്രൂപ്പുകളുടെയും വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി.
ലാജ അഹദ് സ്വാഗതവും സജന സലീം നന്ദിയും പറഞ്ഞു. സജിൻ, സീന കായംകുളം എന്നിവർ പരിപാടിയുടെ അവതാരകരായിരുന്നു. ന്യൂസ് ടുഡേ, റിയാദ്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റിയാദ് ഖുറൈസ് ശാഖയിൽ ദർബാർ റോയൽ ഡിന്നർ പദ്ധതിക്ക് തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ വിജയികളായവർക്കാണ് പദ്ധതി ഒരുക്കിയത്. റീറ്റെയിൽ രംഗത്ത് ഗൾഫിലെ പ്രമുഖ ഗ്രൂപ്പായ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റിയാദ് ഖുറൈസ് ശാഖയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പരിപാടികളുടെ ഭാഗമായി ദർബാർ റോയൽ ഡിന്നർ പദ്ധതിക്ക് തുടക്കമായി. വിനോദ വിജ്ഞാന പരിപാടികളിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്കാണ് ദർബാർ ഡിന്നർ കൂപ്പണുകളും ഒരു ട്രോളി നിറയെ ലുലു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സമ്മാനിക്കുന്നത്. സൗദിയിലെ 3 പ്രവിശ്യകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 3 ശാഖകളിലാണ് ഈ സമ്മാന പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ക്രിയേഷൻസ് 18ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഫെബ്രുവരി 8-ന് റിയാദ് അസീസിയ നെസ്റ്റോ ഹൈപ്പർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലർ DB ബാട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫെബ്രുവരി 8-ാം തീയതി വൈകുന്നേരം 6-ന് റിയാദ് അസീസിയ നെസ്റ്റോ ഹൈപ്പർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. വൈകുന്നേരം 6-ന് ആരംഭിക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ ഗൾഫിലെ സ്വദേശികളും വിദേശികളുമായ ബിസിനസ് പ്രമുഖരെ ആദരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം കലാ സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ രംഗത്തും സഹകരിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് അവാർഡിനായി പരിഗണിച്ചത്. ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ കൗൺസിലർ DB ബാട്ടി മുഖ്യാതിഥിയായിരിക്കും. റിയാദിലെ വനിതാ സംഘടനകൾ മാറ്റൊരുക്കുന്ന കലാ സംഗീത നൃത്ത സൗഹൃദ മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾ, സംഗീത നൃത്ത വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ പ്രതിഭകളുടെ പ്രകടനങ്ങൾ എന്നിവയും അരങ്ങേറും. ഷക്കീല വഹാബ് രചനയും ഗായകനും സംഗീത പ്രതിഭയുമായ ഹിഷാം അബ്ദുൽ വഹാബ് ഈണം നൽകി സംസ്ഥാന അവാർഡ് ജേതാവ് സിതാര കൃഷ്ണകുമാർ ആലപിച്ച മോതിരക്കല്ല് മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനവും നടക്കും. ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ വനിതാ വിഭാഗം KSA അങ്കനയും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും സഹകരിച്ച് നടത്തുന്ന മെഗാമേളയിൽ വീട്ടമ്മമാർ പങ്കെടുക്കുന്ന പായസ മത്സരം, പഴം പച്ചക്കറി അലങ്കാര മത്സരം എന്നിവയും അരങ്ങേറും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 0540243126 നമ്പറിൽ ബന്ധപ്പെടണം. ഫോട്ടോ എക്സിബിഷൻ, ഭക്ഷ്യമേള, ടാലന്റ് ഷോ, കാർണിവൽ ഷോ, ബുക്ക് ഫെയർ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. Mr. is always happy to coordinate with Friends Creation, the head of Mr. Ubedka. He has always been very good and friendly with Nestor ever since Nestor has been here. So it's been a great event last year, and inshallah we're also very happy to coordinate with Friends Creation this time also. We are always connected to the community. This is the only way we can pay back, and we also take pride in participating in all kinds of expat events. So I wish Ubaid and Friends Creation best of luck, and I'm sure it's going to be a great event. ഫ്രണ്ട്ലി കൺട്രി ഹെഡ് സുഹൈൽ സിദ്ദീഖി, നവാസ് വെള്ളിമാടുകുന്ന്, ഷക്കീല വഹാബ്, സജിൻ സൂബി, ലാജ അഹമ്മദ്, നൌഫീന സാബു, ഉബൈദ് എടവണ്ണ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ടുഡേ, റിയാദ്. സമകാലിക വിഷയങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിങ് സൗദി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ അബ്ദുൽ സലാമുമായുള്ള അഭിമുഖത്തിലേക്ക്. നാട്ടിലിപ്പോൾ വരുന്ന വാർത്തകളൊക്കെ തന്നെ വളരെ പ്രതികൂലമായിട്ടുള്ള വാർത്തകളാണ്. ഒട്ടും ആശ്വാസകരമല്ലാത്ത വാർത്തകൾ. അതായത് 35-കാരി 18-കാരനോടൊപ്പം 45-കാരി 22-കാരനോടൊപ്പം ഒളിച്ചോടി എന്ന് പറഞ്ഞു. മക്കളെ വീട്ടിൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ മക്കളെ വഴിയിൽ തള്ളിയിട്ട്, അല്ലെങ്കിൽ മക്കളെ കൊല്ലാൻ പോലും തയ്യാറാവുന്ന സ്ത്രീകൾ. മനസ്സിലായില്ല, അത്ര ഒരു അന്തരീക്ഷമാണല്ലോ. അതേപോലെ തന്നെ ഭർത്താവ് വേറൊരു കാമുകിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ കഴുത്തറുക്കാൻ അറപ്പില്ലാത്ത കാട്ടാളന്മാർ. ഇത്തരത്തിലുള്ള വാർത്തകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പോലും, നമ്മുടെ അയൽപ്പക്കത്ത് പോലും വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം? അതിനെ നമ്മളൊരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സായിട്ട് കാണണം. അതിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നത്, ഞാനതിനെ പറയാറ് അവസരങ്ങൾ എന്നുള്ളതാണ്. അവസരങ്ങൾ പണ്ടൊക്കെ ഒരു കുടുംബ സ്ട്രക്ചർ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം കൺട്രോൾ ഉണ്ടായിരുന്നു. ഒരു പെണ്ണ് വേണമെങ്കിൽ പോലും മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത, അതല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരു എന്താണ് പറയുക, ഒരു ചട്ടക്കൂട് ഉണ്ടായിരുന്നു. ഇന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന്
കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാകുമ്പോഴേക്ക് വേറെ വീടെടുത്ത് മാറുന്നു, ഒറ്റപ്പെട്ട് ജീവിക്കുക. ഒന്ന്, അതൊരവസരമാണ്. രണ്ട്, ഫുൾ ടൈം ഇൻ്റർനെറ്റ് അടച്ചിട്ട റൂമിൽ മൊബൈൽ ഫോൺ ആരും നിയന്ത്രിക്കാനില്ലാത്ത മൊബൈൽ ഫോണിൻ്റെ കടന്നുകയറ്റം, അതൊരു അവസരമാണ്. പിന്നെ ആവശ്യങ്ങൾക്കൊക്കെ റെഗുലറായിട്ട് പോകാൻ ഒരു ഓട്ടോ ഡ്രൈവർ, അതല്ലെങ്കിൽ ഒരു ഡ്രൈവർ, അതല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കടക്കാരൻ, അങ്ങനെ നിരന്തരമായി സമ്പർക്കം പുലർത്താൻ ഒരു വ്യക്തിയുമായിട്ട് അവസരം. അതല്ലെങ്കിൽ എന്തു വന്നാലും അനിയൻ കൊണ്ടുപോകുന്നു, ജ്യേഷ്ഠൻ കൊണ്ടുപോകുന്നു, കസിൻ കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ. അപ്പോൾ ഈ അവസരങ്ങൾ വലിയൊരു ഫാക്ടറാണ്. ഒന്ന്, ഒരു വാക്വം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അതായത് ഒരു സ്നേഹം, ഒരു ലാളന, ഒരു ശൃംഗാരം, ഒരു എന്താണ് പറയുക, കെയർ, ഒരു എന്താണ് പറയുക, ഒരു ഇൻറ്റിമസി പൊതുവെ നമ്മളാരും പലപ്പോഴും പണം മാത്രമായി പോകുന്നു. പലപ്പോഴും ഒരു നല്ല സ്വാതന്ത്ര്യത്തിൻ്റെ വാക്കിൽ സംസാരിക്കാനോ ഒരു കാമുകനും കാമുകിയുമായി സംസാരിക്കാൻ പലപ്പോഴും ഈ രണ്ടുപേർക്കും കഴിയാത്തത് കൊണ്ടും ഇവിടുന്ന് വിളിച്ചിട്ടപ്പോൾ ഡേ നീ എവിടെയായിരുന്നടി എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിറച്ച് മുത്തേ നീ എവിടെയാണ്, അപ്പം മുത്തിനാണ് അങ്ങോട്ട് ചാഞ്ഞു പോകുന്നതാണ്. അപ്പം അവസരങ്ങൾ പ്ലസ് വാക്വം ക്രിയേഷൻ, അതെ, അതവർ ദുരുപയോഗപ്പെടുത്തുന്നു. മൂന്നാമത്തേത് മതബോധത്തെക്കുറിച്ചാണ്. പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ മദ്രസകളിൽ പഠിക്കുകയും ഒരു ദീനിൻ്റെ ചട്ടക്കൂട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബൊമ്പാർഡ്മെൻറ്റ്, എന്താണ് പറയുക, അതിൻ്റെ ഒരു കടന്നുകയറ്റം വന്നപ്പോൾ പൊതുവെ മതം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അതല്ലെങ്കിൽ ആരോ മേലെ നിന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും മേലെ നിന്ന് ആൾ കാണുന്നുണ്ട്, പക്ഷേ CCTV ആണെന്നുള്ളൂ. പണ്ട് CCTV അല്ലായിരുന്നു, അതിൻ്റെ മേലൊക്കെയായിരുന്നു ആളുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ ഇല്ലായ്മയും കൂടി ഇതിൻ്റെ ഒരു വലിയ ഫാക്ടറാണ്. അപ്പം അവസരങ്ങൾ, അതുപോലെ തന്നെ വാക്വം ക്രിയേഷൻ, ആ ഒരു എംപ്റ്റിനെസ് പ്ലസ് പടച്ചവനെ പേടിയില്ലായ്മ, ഇത് മൂന്നും കൂടി കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള 3 ടൂൾസ് എനിക്ക് മനസ്സിലാവും.